ഒരു മുംബൈയിലാണെങ്കിൽ നമുക്ക് നാളെ കാണാനായിട്ട് കഴിയുന്നത് സ്റ്റാൻലി അലീന യുദ്ധം മുറുകുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അലീനയാണെങ്കിൽ വാശി പിടിക്കുകയാണല്ലോ സ്റ്റാലിൻ്റെ മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടി, സ്റ്റാലിൻ്റെ മനസ്സിൽ നന്മ നിറയാനായിട്ട് വേണ്ടി. മനസ്സിലെ മാറ്റം, വീട്ടിലെ മാറ്റം ഒക്കെ അലീന ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് കാണാം. പക്ഷേ സ്റ്റാലിനാണെങ്കിൽ ലവലേശം മാറാനായിട്ട് തയ്യാറല്ല, ഒരുക്കമല്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. വല്യപ്പച്ചനാണെങ്കിൽ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ അപ്പച്ചനോട് പറയുന്നുണ്ട്, അപ്പച്ച, അലീനയോട് യുദ്ധം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ അവൾ എന്നോട് യുദ്ധത്തിന് വരുന്നത് അപ്പച്ചനെ എങ്ങനെയെങ്കിലും നിർത്തിക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പൊന്നുമോനെ, എനിക്ക് പറയാനല്ലേ പറ്റുകയുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ അവളും ഒരേ ചോരയല്ലേ, നിൻ്റെ അതേ വാശി അവൾക്കും ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയും അത് ശരിവെക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. അപ്പോഴാണെങ്കിൽ ഞാൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അവളുടെ തീരുമാനത്തിൽ മാറ്റമെടുക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല മോനെ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം വല്യപ്പച്ചനാണെങ്കിൽ അലീനയോട് ഭക്ഷണം കഴിക്കെന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ പട്ടിണി കിടന്നാൽ നീ ആകെ ക്ഷീണിച്ചു പോകുമെന്നും ഒക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടല്ലോ, ഞാനേ ഒന്നരാടമാണ് ഉപവാസിക്കുന്നത്. അതായത് ഒരു ദിവസം ഉപവസിക്കും, പിറ്റേ ദിവസം മൂക്കുമുട്ട തിന്നും. അതൊന്നും എനിക്കത്ര പുത്തരിയുള്ള കാര്യമല്ലെന്നേ. ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ളതും സ്റ്റോർ ചെയ്ത് വെക്കും വല്യപ്പച്ച എന്ന് പറയുന്നു. എനിക്കെൻ്റെ പപ്പയെ മാറ്റിയെടുത്തേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നു. ഇതേ സമയം, മോളെ, നീ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? അവൻ മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മാറും വല്യപ്പച്ച. പപ്പയ്ക്ക് നന്മയുണ്ട് തിന്മയുണ്ട്. നന്മയിലേക്കാണ് ഞാൻ പപ്പയെ വിളിക്കുന്നത്, അല്ലാതെ തിന്മയിലേക്കല്ല. പപ്പയുടെ ഉള്ളിലെ നന്മ ഉണർന്നാൽ മാത്രം മതി ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ 100% പരിഹരിക്കപ്പെടും, പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമെങ്കിൽ നമ്മുടെ വല്യപ്പച്ചനോട് അലീന മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. തനിക്ക് ഏറ്റവും ആദ്യമായി വേണ്ടത് എന്താണെന്നറിയാമോ? അതായത് തൻ്റെ പപ്പയുടെ ഒരു സ്നേഹമാണ്, ഒരു വാത്സല്യമാണ്. പപ്പയുടെ വാത്സല്യം ഇതുവരെയും എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ 23 വർഷക്കാലം അനാഥാലയത്തിൽ കിടക്കുകയായിരുന്നില്ലേ ഞാൻ. അച്ഛൻ എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. എന്നെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒരാളില്ലാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നു. എൻ്റെ പപ്പയെ എനിക്ക് കിട്ടിയിട്ടും പപ്പ എന്നെ സ്നേഹിക്കുന്നില്ല, കൊഞ്ചിക്കുന്നില്ല, ലാളിക്കുന്നില്ല എന്ന് പറയുന്നു. പപ്പയ്ക്ക് ഒരു മിനിറ്റ് പോലും എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. എപ്പോഴും കർഷക്കാരനും കൂടാതെ തന്നെയാണെങ്കിൽ വളരെയധികം ദേഷ്യപ്പെട്ടുമാണ് എന്നോട് സംസാരിക്കുന്നത്. വാത്സല്യത്തോടെ, സ്നേഹത്തോടെ മകളെ എന്ന് ഒരു തവണ പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു തവണ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിരുന്നു വല്യപ്പച്ച എന്ന് അലീന പറയുകയാണ്. കൂടാതെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എൻ്റെ നെറ്റിയിൽ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ തന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ പപ്പ ഒരു വലിയ പരാജയം തന്നെയാണ് എന്ന് പറയുന്നു. തനിക്ക് സ്വത്തിനേക്കാളും നിധിയേക്കാളും എല്ലാത്തിലും വലുത് അത് തന്നെയാണ് എന്ന് പറയുന്നു, തൻ്റെ പപ്പയുടെ സ്നേഹവും വാത്സല്യവും. പക്ഷേ പപ്പയ്ക്ക് തന്നെ ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം
എന്താണെന്ന് വെച്ചാൽ ഞാൻ പപ്പയെ നേരെയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം എന്ന് പറയുകയാണ് നമ്മുടെ അലീന. പപ്പയ്ക്ക് ഒന്ന് നേരെയായാൽ എന്താണ് കുഴപ്പം? പപ്പയുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്. അത് എന്താണ് പപ്പ മനസ്സിലാക്കാത്തത് വല്യപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ, മോളെ നിൻ്റെ വേദന എനിക്ക് മനസ്സിലാകും. അവൻ പതിയെ മാറുമെന്നേ. അല്ലാതെ ഇപ്പോൾ ഞാൻ നിന്നോട് എന്ത് പറയാനാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ സങ്കടവും വിഷമവും ഇപ്പോൾ ഇവിടെ പറയാൻ വല്യപ്പച്ചൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് വല്യപ്പച്ചനോടല്ലേ സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. എൻ്റെ പപ്പ എന്നെ കേട്ടിരിക്കാൻ പോലും ഇതുവരെ ഒന്ന് തയ്യാറായിട്ടില്ല. ഞാനിവിടെ വല്യപ്പച്ചൻ പോയതിന് ശേഷം അനാഥയെപ്പോലെയാണ് തോന്നിയതെന്ന് പറയുന്നു. അനാഥാലയം ഇതിലും ഭേദമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് അലീന എടുത്തു പറയുന്നു. ഇതേ സമയം വല്യപ്പച്ചൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. കേട്ട് അലീനയെ ആശ്വസിപ്പിച്ച് വല്യപ്പച്ചനാണെങ്കിൽ സ്റ്റാലിയോട് ആ കാര്യമെല്ലാം തുറന്നു പറയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിന് വലിയ മനസ്സലിവൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ സ്റ്റാലിന് മക്കളെ സ്നേഹിക്കാൻ കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്റ്റാലിന് നമ്മുടെ എൽസമ്മയുടെ മക്കളെ, തൻ്റെ മക്കളെ സ്നേഹിക്കാനായിട്ട് ഒരവസരം പോലും ലഭിച്ചിട്ടില്ലല്ലോ. അത് വലിയൊരു വീഴ്ചയാണ് എന്ന് കാണാൻ സാധിക്കും. അത് കിട്ടാത്തത് കൊണ്ട് തന്നെ സ്റ്റാലിക്ക് ഒരു പപ്പയുടെ സ്നേഹം, പപ്പ മകളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊന്നും സ്റ്റാലിന് അറിയില്ല. കൂടാതെ തന്നെ പട്ടാളച്ചിട്ടയുമാണ് സ്റ്റാലിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിന് സ്റ്റാലിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒടുവിൽ ദേഷ്യപ്പെട്ട് സ്റ്റാലി തൻ്റെ ഫാം ഹൗസിലേക്ക് പോവുകയാണ്. അലീനയോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അലീന താൻ വരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയം സ്റ്റാലിയാണെങ്കിൽ അലീനയുടെ കൂട്ടാതെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ റീത്തിയാണെങ്കിൽ അലീനയെ പുറത്താക്കാനായിട്ട് വന്നെത്തുകയാണ്, കടന്നു വരികയാണ് എന്ന് കാണാൻ കഴിയും. പൗലോസും ആൻ്റപ്പനും കൂടാതെ ഡ്രൈവറും അവിടെ നിന്ന് മാറി നിൽക്കുന്നു. റീത്ത അലീനയെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒടുവിൽ അലീനയുടെ കയ്യിലെ തയമ്പ് റീത്തയുടെ മുഖത്ത് വരുന്നൊരു കാഴ്ച. അലീനയുടെ 5 വിരൽ റീത്തയുടെ മുഖത്ത് പതിയുന്നൊരു കാഴ്ച. അതുകൊണ്ടാണ് സ്റ്റാലിൻ, ഫാം ഹൗസിൽ പോയ സ്റ്റാലിൻ തിരികെ വരാനായിട്ട് തുടങ്ങുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.